നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 431 431. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാം അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകമാണ് എന്ന് പറയേണ്ടത്. പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണ പരിചരദ്ധിത്വാ ഭോഗാൻ സാ പതിദേവത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, പതിയെ ദൈവമായി കരുതിയിരിക്കുന്ന ആ വൈദർഭി ഭോഗങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഉത്കൃഷ്ടധർമ്മത്തെ അറിഞ്ഞിരിക്കുന്ന ഭർത്താവായ മലയധ്വജനെ പ്രേമത്തോടുകൂടെ പരിചരിച്ചു. ഈ പരിചരണം എന്നുള്ളത് എപ്പോഴും എങ്ങനെ വേണം? സ്നേഹം ഘനീഭവിച്ച പ്രേമമായിട്ട് മാറണം, ആധ്യാത്മികമായിട്ട് മാറണം. ലൗകികമല്ല, അത് ശാരീരികമല്ല. ശരീരത്തെയാണ് പരിരക്ഷിക്കുന്നത്, എന്നാലും അത് ആത്മധർമ്മമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്, ഭർത്താവ് തന്നെ സർവേശ്വരൻ എന്ന് കരുതിയിരിക്കുന്ന വൈദർഭി സുഖാഭിലാഷങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചിട്ട്. എന്താ സുഖാഭിലാഷങ്ങളെ ത്യജിക്കണം എന്ന് പറയാൻ കാരണം? അത് ദ്വന്ദ്വം, സുഖം ദുഃഖം. എന്നാൽ ഏകവചനം ഈ അദ്വൈതം, അതിൻ്റെ അദ്വൈതാർത്ഥം എന്താ? ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പോൾ സുഖാഭിലാഷങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് പരധർമ്മം അറിഞ്ഞിരിക്കുന്ന, പരധർമ്മം എന്ന് പറഞ്ഞാൽ പരനെ, ഏറ്റവും പരമമായ ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് പരമാത്മ ചൈതന്യത്തിൽ ലയിക്കുക. അപ്പോൾ അറിഞ്ഞിരിക്കുന്ന സ്വഭർത്താവായ മലയധ്വജനെ പ്രേമപൂർവം പരിചരിച്ചു എന്ന് പറഞ്ഞു. ഇനി പക്ഷാന്തരത്തിൽ എന്ന് പറഞ്ഞെന്താ? ഒരു പക്ഷമില്ലാണ്ട്, എന്താ പറയുക, വാക്ക് ഒരു പക്ഷത്തും ചേരാതെ കണ്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ഉള്ള സ്റ്റാൻഡ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളാൽ ഗുരുവിൻ്റെ മുക്തിയെ സൂചിപ്പിച്ചു. ഇത് മുതൽ 22 ശ്ലോകങ്ങൾ കൊണ്ട് ശിഷ്യൻ്റെ മുക്തിയെയും വിവരിക്കുന്നു. മലയധ്വജൻ എന്ന ശബ്ദം ഗുരുവിനെയും ഭാര്യാശബ്ദം ശിഷ്യനെയും പരാമർശിക്കുന്നു. ഗുരുവിൽ ഭക്തിപൂർവം പരിചരിക്കുന്ന ശിഷ്യന്മാർ മുക്തിക്ക് അർഹന്മാരാകാതിരിക്കുന്നില്ല എന്നാണ് എൻ്റെ സ്ഥിതിപ്പത. എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ കരുണാകരൻ പിള്ള സാറ്, ഞാൻ അദ്ദേഹത്തിനെ എങ്ങനെ അനുമോദിക്കണം? അദ്ദേഹം എന്നെ വാത്സല്യപൂർവം എങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്? അപ്പോൾ അദ്ദേഹത്തിന് മോശം. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ജീവചര്യത അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഏകകണ്ഠമായിട്ട് വേറൊരു താല്പര്യമില്ലാണ്ട് മോക്ഷപ്രാപ്തി മാത്രം കണക്കാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ ധാർമ്മികമാണ്, ആധ്യാത്മികമാണ്. ആ മൂല്യങ്ങളെ ഒരു പ്രീ കണ്ടീഷൻ ഇല്ലാണ്ട് മൂപ്പര് 95 രാമായണ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശ്ലോകം വെച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയിട്ടുണ്ട്, എനിക്ക് മോക്ഷം കിട്ടുന്നു. എന്താ കാരണം? അദ്ദേഹം കൊളുത്തിത്തന്ന ഭക്തിയുടെ തിരി ഞാൻ അണയാതെ കൊണ്ട് സൂക്ഷിക്കണം. അതാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകം 44 ശ്രദ്ധിക്കുക. ചീരവാസാവ്രതക്ഷാമാവേണീ ഭൂതശിരോരുഹ ബഭാവുപപദീം ശാന്താശിഖാ ശാന്തം ഇവാനലം. എന്താണ് വാക്കർത്ഥം വരുന്നത്?
ചീരവസ്ത്രത്തോടും വ്രതത്താൽ കൃശമായ ശരീരത്തോടും, ചീരവസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരവുരി എന്നർത്ഥം പറയണം. അപ്പോൾ കൃശമായ ശരീരത്തോടും ഒരു കെട്ടായി തീർന്നിരിക്കുന്ന തലമുടിയോടും കൂടെ, അതായത് ജട പിടിച്ച തലമുടിയോടും കൂടെ ശാന്തയായിട്ട് ശമിച്ചിരിക്കുന്ന തീയിനെ, കനൽ മാത്രമേ ഉള്ളൂ, വെണ്ണീർ കൊണ്ട് മൂടിയിട്ടുണ്ട്, ഉജ്വാല എന്ന പോലെ പതിസമീപത്തിൽ പ്രകാശിച്ചു. തീ അണഞ്ഞുണ്ടോ എന്നാൽ കനലായി മാറി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ചീരവാസം എന്നുള്ളതിന് വൽക്കലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വൽക്കലത്തെ വ്രതമായി ധരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, മരൂരി, യാതൊരു വക ഡ്രസ് കോഡും ഇല്ല, നാണം മറയ്ക്കുക, അത്ര ഉദ്ദേശമുള്ളൂ. വ്രതം നിമിത്തം ശരീരം കൃശമായി തൈലലേപനാദിശോധനയില്ലാത്തതിനാൽ ശരീരത്തിൽ എണ്ണമയൊന്നുമില്ല. അതുകൊണ്ട് തലമുടി ജട പിടിച്ചൊരു കെട്ടായിരിക്കുന്നു. ഇപ്രകാരം ശാന്തയായി ഭവിച്ച വൈദർഭി കത്തിശമിച്ചിരിക്കുന്ന അഗ്നിയെ അതിൻ്റെ ജ്വാല എന്ന പോലെ ഭർതൃസമീപത്തിൽ തപോനിഷ്ഠയിലിരുന്നു. ഇതാണ് ഭാരതീയ തത്വശാസ്ത്രം അനുശാസിക്കുന്നത്. ഇനി പറയണു, ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനും തപസ്സിൽ നിഷ്ഠയുള്ളവളായിരുന്നു എന്ന് സാരം എന്നായി. ഇനി 45-ാമത്തെ ശ്ലോകം. അജാനതി പ്രിയതമം യദോ പരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാപൂർവം ഉപാചരത്. വൈദർഭി ഏറ്റവും സ്ഥിരമായ ആസനത്തോടു കൂടിയിരിക്കുന്ന ഭർത്താവിനെ ഉപരതിയെ പ്രാപിച്ചവനെന്നറിയാത്തവളായിട്ട്, അതായത് മോക്ഷം പ്രാപിച്ച ആളാണ് എന്ന് അറിയാത്തവളായിട്ട് സമീപത്ത് ചെന്നിട്ട് പണ്ടത്തെ പോലെ ഉപചരിച്ചു. അതായത് ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് എത്തിയണു, ഇനിയിപ്പോൾ ശരീരം മാത്രമേ ഉള്ളൂ. അതാണ് ഇനി പറയുന്നത് ഭാവാർത്ഥം. ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന പ്രിയതമൻ എന്ന് വൈദർഭി അറിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇപ്പോഴും സ്ഥിരമായ ആസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് സാധാരണ നിലയ്ക്ക് പത്മാസനത്തിലിരിക്കുന്ന ഒരാൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ ശരീരം വീഴും. ഇതങ്ങനെയില്ല, സ്ഥിരമായിട്ട് അതേപോലെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അതിനാൽ മുമ്പത്തെ പോലെ സമീപത്ത് ചെന്ന് ഉപചരിച്ചു എന്നാണ് പറഞ്ഞത്. 46. യഥാ ന ഉപലഭേദാംഘ്രാവുഷ്മാണം പതിരർച്ചതി ആസീത് സംവിഘ്ന ഹൃദയാ യൂതഭ്രഷ്ടാ മൃഗീയഥാ. ഉപചരിക്കുന്നവളായിട്ട് ഭർത്താവിൻ്റെ പാദത്തിൽ ഉഷ്ണത്തെ എപ്പോൾ കണ്ടില്ലയോ, കാല് തൊട്ട് തലയിൽ വെച്ചു, കാലിന് ചൂടില്ല, കാലൊക്കെ മരവിച്ചുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദുഃഖിച്ച ഹൃദയത്തോടു കൂടിയവളായിട്ട് കൂട്ടം വിട്ടിരിക്കുന്ന പേടമാനനെ പോലെ ഭവിച്ചു. പേടമാൻ കലമാൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴേ അത് തുള്ളിച്ചാടുള്ളൂ. ഇപ്പം തുള്ളിച്ചാട്ടം നിന്നു പറഞ്ഞ മാതിരി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഭർത്താവിൻ്റെ പാദസ്പർശനം ചെയ്ത സമയം അതിൽ ചൂടില്ലാതെ ഇരിക്കുന്നതായി അറിഞ്ഞപ്പോൾ വൈദർഭിയുടെ മനസ്സിൽ സന്താപമുണ്ടായി. ഇണയെ പിരിഞ്ഞ മാൻപേടയെന്ന പോലെ പരിഭ്രമിച്ചു. ഗുരുവിൻ്റെ ശരീരത്യാഗം അറിഞ്ഞ ശിഷ്യൻ പരിതപിച്ചു എന്ന് സാരം. ഇവിടെ സ്ത്രീലിംഗമല്ല, പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 47-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ആത്മാനം ശോചതി ദീനം അബന്ധും വിക്ലവാശ്രുഭി. അബന്ധം, ബന്ധുല്ലാണ്ടേ ഇപ്പോൾ. സ്തനാവാസിച്ച വിപിനെ സുസ്വരം പ്രരുരോധസാം. കാട്ടിൽ ബന്ധുവിനെ വേറിട്ടിട്ട് ദുഃഖിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ഖേദിക്കുന്നവളായിട്ട് കണ്ണീരുകൾ കൊണ്ട് സ്തനങ്ങളെ നനച്ചിട്ട്, മുലക്കച്ചയിലാണല്ലോ ഈ കണ്ണീര് വീഴുക. അപ്പോൾ സ്തനങ്ങളെ നനച്ചിട്ട് അവൾ വിവശയായിട്ട് ഉച്ചസ്വരമാകും വണ്ണം കരഞ്ഞു, അലറി നിലവിളിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം. ബന്ധുവായിരുന്ന ഭർത്താവിനോട് പിരിഞ്ഞ് കാട്ടിൽ ദുഃഖിച്ച് ഇരിക്കേണ്ടതായി വന്ന സമയത്തിൽ
അവൾ ക്ലേശിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ കരഞ്ഞു. അടുത്ത ശ്ലോകം 48. ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാം ഉദതി മേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്രതീം പാതുമർഹസി. ഹേ ഋഷിതുല്യനായ രാജാവേ, ഉണരൂ ഉണരൂ. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും എഴുന്നേറ്റാലും എന്നാണ് പറഞ്ഞത്. ചോരന്മാരിൽ നിന്നും ക്ഷുദ്ര ക്ഷത്രിയന്മാരിൽ നിന്നും, ക്ഷത്രിയന്മാരിൽ 2 തരമുണ്ട്, ക്ഷുദ്രന്മാരുണ്ട്, എല്ലാറ്റും ഉണ്ട്. ബ്രാഹ്മണരിലുണ്ട്, ക്ഷത്രിയന്മാരിലുണ്ട്, വൈശ്യന്മാരിലുണ്ട്, ശൂദ്രന്മാരിലുണ്ട്. അപ്പോൾ അധാർമികന്മാരായ ക്ഷത്രിയന്മാരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദ്രപര്യന്തമുള്ള ഈ ഭൂമിയെ അങ്ങ് തന്നെ സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങല്ലാണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ ആരാണത് എന്നായി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. കാട്ടിൽ ഭർത്താവിനെ അനുഗമിച്ചിരുന്ന ഭാര്യ ഭർത്തൃമരണത്തിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് കണ്ണീർ വാർത്ത് കരഞ്ഞു. ഇവിടെയാണ് ഈ അച്യുതനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, കാട്ടിലേക്ക് പോയത് എന്താ? ഭർത്താവിനെ ഉപചരിക്കണം പറഞ്ഞിട്ട്. ഭർത്താവിന് മോക്ഷം കിട്ടി, ശരീരം മാത്രം ബാക്കിയായി. അപ്പോൾ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോഴും ഈ ഭാര്യ അച്യുതനിൽ താല്പര്യം കാണിച്ചാൽ ഭയം ഉണ്ടാവില്ല. അവിടെ ആ ഭാര്യ എന്നുള്ള സ്ഥലത്ത് ഞാനും നിങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തൊക്കെ വൈഭോഗങ്ങളുണ്ടോ അതൊക്കെ വിട്ട് ചിലപ്പോൾ നമ്മൾ തനിച്ചായി എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പതറാൻ പാടില്ല ജീവിതത്തിൽ. ഗുരുവിൻ്റെ ദേഹത്യാഗത്തെക്കുറിച്ച് ശിഷ്യൻ പരിതപിച്ചുവെന്ന് പക്ഷാന്തരത്തിൽ യോജിക്കുന്നു. പക്ഷാന്തരം എന്ന് പറഞ്ഞാൽ കാര്യത്തിൻ്റെ ഗഹനത മനസ്സിലാക്കിയിട്ട് എന്നൊക്കെ അർത്ഥം പറയും. ഇനി 50ാമത്തെ ശ്ലോകമാണ് വരുന്നത്. ചിതാം ദാരുമയീം കൃത്വാ തസ്യാപത്യുകളേവരം ആദീപ്യജാനം ച അനുമരണേ വിലബന്തി മനോധരേ. ഈ ശരീരത്തെ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? വിറക് കൊണ്ട് ചിതയെ ഉണ്ടാക്കിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തെ അതിൽ വെച്ച് ഉജ്ജ്വലിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക്. അപ്പോൾ കൃഷാണെങ്കിലും ശരീരം മെലിഞ്ഞിട്ടുണ്ടെങ്കിലും മനോബലത്തിലാണ് അതൊക്കെ ചെയ്യുക, അല്ലാണ്ട് ശരീരബലത്തിലല്ല. അപ്പോൾ വിറക് കൊണ്ട് ചിതയെ ഉണ്ടാക്കിയിട്ട് എനിക്ക് മരം ഓടിക്കാൻ അറിയില്ല എന്ന് പറയരുത്. എല്ലാം സമയത്തിന് ഉൾപ്രേരണ എങ്ങനെയുണ്ടോ അതേപോലെ നമുക്ക് ശീലിക്കാൻ സാധിക്കണം. അപ്പോൾ അതിൽ വെച്ച് ഉജ്ജ്വലിപ്പിച്ചിട്ട് വിലപിക്കുന്നവളായിട്ട് ഒരുമിച്ച് മരിക്കുന്നതിൽ നിശ്ചയിച്ചു. അതായത് ഉടന്തടി ചാടാൻ. സതീ നിയമപ്രകാരം ഇനി എനിക്ക് ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കണ്ട, ജീവിച്ചു, അപ്പോൾ ഇനി പതിയുടെ കൂടെ ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. അപ്പോൾ വിറക് കൂട്ടി ചിതയെ നിർമ്മിച്ചു, ഭർത്താവിൻ്റെ ശരീരത്തെ അതിൽ വെച്ചു, അഗ്നി പ്രക്ഷേപം ചെയ്ത് ഉജ്ജ്വലിപ്പിച്ച് അതോടുകൂടി മരിപ്പാൻ ഒരുങ്ങി. മരിച്ചു ഇല്ലേ എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പറയണു, ഗുരുവിൻ്റെ ശരീരത്തെ സംസ്കരിച്ച ശേഷം ശിഷ്യനും മരിപ്പാൻ ഒരുങ്ങി എന്ന് പക്ഷാന്തര അഭിപ്രായം എന്നായി. 51ാമത്തെ ശ്ലോകം നോക്കുക. തത്ര, ആ സമയത്ത് പൂർവതര കശ്ചിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വൽഗുണ സാംന തം ആഹ രുദതീം പ്രഭോ. അവിടെ വളരെ പണ്ടേയുള്ള ആത്മജ്ഞാനിയും ബ്രാഹ്മണനുമായ ഒരു സ്നേഹിതൻ പ്രഭുവായുള്ളവനെ കരയുന്നവളെ മനോഹരമായ സാമവാക്കുകൊണ്ട് സമാധാനിപ്പിക്കുന്നവനായിട്ട് പറഞ്ഞു. അതാണ് ഈശ്വര നിശ്ചയം. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഹേ പ്രഭോ, അവിടെ പണ്ടേ തന്നെ ആത്മജ്ഞാനിയും, ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനാണ് ശരിയായ ജ്ഞാനം, ബ്രാഹ്മണനുമായ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. കരയുന്ന അവളെ മൃദുവചനം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ ഭാവിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? അതാണ് ഇനി വരുന്നത്. ആദ്യന്തരഹിതനും സ്വതന്ത്രനും
ജ്ഞാനസ്വരൂപനും അന്തര്യാമിയുമായ പരമാത്മാവ് ശിഷ്യന്റെ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപേണ അപരോക്ഷമായി വിളങ്ങി എന്ന് സൂചിപ്പിക്കുന്നു. അതായത് മരിക്കല്ല വേണ്ടത്, ഗുരു പകർത്തി തന്ന ചൈതന്യത്തെ മറ്റുള്ളവർക്ക് എത്തിക്കലാണ് നിൻ്റെ ജോലി എന്ന് ഉൾപ്രേരണ കൊണ്ട് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. 52. അപ്പോൾ ഈ ആദ്യന്തരഹിതനും സ്വതന്ത്രനും ജ്ഞാനസ്വരൂപനും അന്തര്യാമിയുമായ പരമാത്മാവ് ശിഷ്യന്റെ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപേണ അപരോക്ഷമായി വിളങ്ങി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഗുണങ്ങൾ ഹനിക്കപ്പെട്ടപ്പോൾ ഭക്തിദ്വാര ജ്ഞാനോദയം കൊണ്ട് ബുദ്ധി ഉപരതിയെ പ്രാപിച്ചപ്പോൾ, ഉപരതി ഭഗവാനുമായിട്ട് അലിയുന്ന സമയത്ത് സ്വയം നിരാലംബയായി എന്ന മിഥ്യാബോധത്താൽ, സ്വയം നിരാലംബയായി എന്ന മിഥ്യാബോധത്താൽ പരിഭ്രമിച്ച ജീവാത്മാവ് അന്തർമുഖമാക്കപ്പെട്ട മനോദൃഷ്ടിയാൽ സായുജ്യമായും സഖാവായും എന്നും ഉണ്ടായിരുന്ന, എന്നാൽ ഇതുവരെ അവിജ്ഞാതാവ് അറിയപ്പെടാത്ത കണ്ടിരുന്ന പരമാത്മാവിനെ സ്മരിക്കാൻ യോഗമുണ്ടായി. ആർക്ക്? ശിഷ്യന്. ഇതിൽ മീതെന്താ വേണ്ടത്? ഞാനിവിടെ ഈ ഓരോ എപ്പിസോഡും പറഞ്ഞു 4400 എപ്പിസോഡ് കഴിഞ്ഞു വെച്ചപ്പോൾ ഓരോന്നിനും ഞാൻ എൻ്റെ അഭിവന്ദ്യ പിതാവിനെയും അഭിവന്ദ്യ ഗുരുനാഥനെയും സ്മരിക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 വ്യക്തികളിൽ കൂടെയാണ് ഞാൻ ഈ ലോകത്തിനെ പഠിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു 52ാമത്തെ ശ്ലോകം. കാത്വം കസ്യാസി ഗോവായം വാ അയം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഹായം മാം യേനാഗ്രേ വിജിസത്തഹ. അതായത് നീ ആരാകുന്നു? ആരുടെ പുത്രിയാണ്? യാതൊരുവനെ കുറിച്ച് ദുഃഖിക്കുന്നുവോ? കിടക്കുന്ന ഇവൻ ആരാകുന്നു? ആദിയിൽ യാതൊരുവനോടുകൂടെ നീ വിചരിച്ചുവോ? സഖാവായ എന്നെ നീ അറിയുന്നുവോ? നീ ഇങ്ങനെ പരിഭ്രമിച്ച വശമായിട്ടുള്ളത് എന്നെ അറിയാത്തത് കൊണ്ടാണ്. അതായത് പറഞ്ഞാൽ പരമാത്മ ചൈതന്യം രൂപം പ്രാപിച്ചിട്ട് പറയാണ്. ബ്രാഹ്മണൻ ആശ്വസിപ്പിച്ച രീതിയെ ഇത് മുതൽ 12 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുന്നു. നീ ആരാകുന്നു? നിന്റെ ജനകൻ ആരാണ്? നീ ആരെക്കുറിച്ച് കറിയുന്നുവോ? ഇവിടെ ഇവൻ നിന്റെ ആരാകുന്നു? ഈ കിടക്കുന്നത് ആരാണ്? ഈ ശരീരമാണോ നിന്റെ? അതോ ശരീരത്തിൽ നിന്ന് നിർഗമിച്ച ആത്മാവാണോ? അങ്ങനെയാണെങ്കിൽ നടക്കൊരാത്മാവുണ്ടല്ലോ, പിന്നെന്തിനാ നീയെ തീയിൽ ചാടുന്നത്? ഇത് തന്നെയാണ് രാമായണത്തിൽ ബാലി സുഗ്രീവ യുദ്ധം. ഭഗവാൻ ശ്രീരാമൻ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ബാലിയെ എഴുതു കൊന്നു. അപ്പോൾ താരാദേവി ഓടി വന്ന് വിലപിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ ആരെ പറ്റിയിട്ടാണ് കരയണത്? ഈ കിടക്കുന്ന ശവത്തിനെ പറ്റിയിട്ടാണോ? പിന്നെന്തിനാ കരയണത്? അതിവിടെ ഉണ്ടല്ലോ, കൊണ്ടുപോയിക്കോളൂ. അല്ല, ആ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവിനെ പറ്റിയിട്ടാണോ? അതിൽ എന്നെ ലയിച്ചു കഴിഞ്ഞു. അയാൾക്ക് മോക്ഷം കിട്ടിയിട്ടുള്ളത്. ആർക്ക്? ബാലിക്ക്. അതാണ് ഇവിടുത്തെ രീതി. അപ്പം പറഞ്ഞു, ആദ്യകാലത്തിൽ നീ ഏതൊരുനോടുകൂടെ സഞ്ചരിച്ചിരുന്നുവോ? അതായത് ആനയും ചേനയും പൂനിയും വൃക്ഷലതാദികളായിട്ടും എന്തൊക്കെ തരത്തിൽ ജന്മം എടുത്തിട്ടുണ്ടോ അപ്പോൾ ഒക്കെ നിനക്ക് സഖാവായിട്ട് ഞാനേ ഉണ്ടായിട്ടുള്ളൂ, ഞാനേ ഉണ്ടാവുള്ളൂ, ഞാനാണ് നീയേ. ഇതാണ് ആത്മാവും പരമാത്മാവും കൂടിയിട്ടുള്ള വാദം പറയുന്നത്. അപ്പോൾ ആദ്യകാലത്തിൽ നീ ഏതൊരുനോടും കൂടെ സഞ്ചരിച്ചിരുന്നുവോ? നിന്റെ സഖാവായ എന്നെ നീ അറിയുന്നില്ലേ എന്നാ ചോദിച്ചത്. അപ്പോൾ എൻ്റെ നിങ്ങളുടെയൊക്കെ സഖാവാരാ? ആത്മാവ്. മനസ്സിലായോ? ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ഉയർത്തുക ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള നിയോഗം അതാണ്. അത് എനിക്ക് അറിയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഒരു പക്ഷാന്തരം പറയുന്നുണ്ട്.
ഗുരുഭക്തനും വിശുദ്ധമായ അന്ധക്കരണത്തോടു കൂടിയവനുമായ ശിഷ്യന്റെ ഹൃദയത്തിൽ ഭഗവത് കാരുണ്യത്താൽ വിളങ്ങുന്നതായ, ഭഗവത് കാരുണ്യമില്ലാണ്ട് ആത്മീയ ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെ വിവരിക്കുന്നതായി ധരിക്കണം എന്നായി. അപ്പോൾ 53-ാമത്തെ ശ്ലോകം വരുന്നു. അഭിസ്മരസി ച ആത്മാനം അവിജ്ഞാതസഖം സഖേ ഹിത്വാ മാം പദമന്യച്ഛൻ ഭൗമഭോഗരതോ ഗതാ. എന്താണ്? അവിജ്ഞാതൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത സ്നേഹിതനോടുകൂടിയ നിന്നെ നീ സ്മരിക്കുന്നുവോ? എന്നെ ഉപേക്ഷിച്ചിട്ട് സ്ഥാനത്തെ അന്വേഷിച്ചും കൊണ്ട് നീ ഏതൊരു സ്ഥാനത്തേക്കാണ് പോണത്? ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്, പിന്നെന്താ ഈ ആകാശത്തേക്ക് കാണിക്കണം? നീ അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. 1.5 കിലോമീറ്റർ ആകാശത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറും ശൂന്യമാണ്. അപ്പോൾ ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയമാണ്. അയോധ്യ എന്ന് പറഞ്ഞത് നമ്മളെ എന്താ പറയുക, മനസ്സാണ്. അതുകൊണ്ട് നിനക്കുണ്ടായിരുന്ന ഓർമ്മ നിന്നെക്കുറിച്ച് തന്നെ നിനക്കുണ്ടോ? അതായത് എന്നെ അറിയുകയില്ലെങ്കിൽ അങ്ങനെ ആകട്ടെ, അവിജ്ഞാതൻ എന്നു പേരോടുകൂടിയ ഒരു സഖാവ് നിനക്കുണ്ടായിരുന്നതായ ഓർമ്മ നിന്നെക്കുറിച്ച് തന്നെ നിനക്കുണ്ടോ? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വിഷയഭോഗങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്താൽ അതിനുപകരിക്കുന്ന ഭോഗസ്ഥാനത്തെ അന്വേഷിച്ചുകൊണ്ട് നീ എന്നെ വിട്ടുപോകുകയല്ലയോ ചെയ്തത്? പരമാത്മ ചൈതന്യം ചോദിക്കുകയാണ്. നീ ഇപ്പം എങ്ങോട്ടാ പോവാൻ പുറപ്പെട്ടത്? എന്നെ വിട്ടിട്ട് നീ എങ്ങോട്ട് പോവും? ഞാൻ എന്നെ വിട്ടു പോവും. അത് നിനക്കറിയില്ല, ഓർമ്മയുണ്ടാവില്ല. പിന്നെ ശരീരം മാത്രമാണ് നീ. അതാണ് നിനക്ക് ഈ വിധം അനർത്ഥം നേരിടുവാൻ മൂലകാരണം എന്നോർത്തുകൊള്ളുക. ഓരോരുത്തരും അനർത്ഥമായി ദുഃഖിക്കാനുള്ള കാരണം എന്താ? തൻ്റെ ഹൃദയപത്മത്തിൽ ചൈതന്യമാണ് ശിവൻ, കൃഷ്ണൻ, ശ്രീരാമൻ, നാരായണൻ എന്നുള്ളത് നമ്മൾ മറന്നു. അപ്പോൾ പറയണു, ആത്മസ്വരൂപത്തെ മറന്ന് വിഷയാസക്തിയിൽ അകപ്പെട്ടതുകൊണ്ട്, ആത്മസ്വരൂപത്തെ മറന്ന് വിഷയാസക്തിയിൽ അകപ്പെട്ടതുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള ഭക്തിയില്ലാതെ വന്നതാണ് അനർത്ഥത്തിൻ്റെ മൂലകാരണമെന്ന് സാരം എന്നാണ്. ഒരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. 54-ാമത്തെ ശ്ലോകം. എന്താണത്? 51-ാമത്തെ ശ്ലോകം. അതായത് 431, ഇത് വരാൻ പോണത് 432 ആയിക്കോട്ടെ. അപ്പോൾ 54-ാമത്തെ ശ്ലോകം ഇതാണ്. ഹംസാവഹം ചത്വം ചാര്യ സഹായോ മാനസായനോ അഭൂതാം അന്തരാവൗക സഹസ്രപരിവത്സരാൻ. ഹേ പൂജ്യ, ഞാനും നീയും മാനസത്തിൽ വസിച്ചവരാണ്. നീ ജീവാത്മാവാണ്, ഞാൻ പരമാത്മാവാണ്. നീ എന്നെ അറിഞ്ഞാൽ നീ പരമാത്മാവായി. നീ എന്നെ അറിഞ്ഞില്ല, പുനരഭിജനനം പുനരഭിമരണത്തിൽ നീ പോകും. സഖാക്കന്മാരുമായ ഞാനും നീയും സഖാക്കന്മാരുമായ ഹംസങ്ങളാകുന്നു. ഹംസം എന്ന് പറഞ്ഞ എന്താർത്ഥം? ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിവുള്ളവരെ. പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ ഹംസാവില്ല, നീ കാക്കയാവും. കാക്ക എന്താ ചെയ്യുക? കണ്ടതൊക്കെ കൊത്തി തിന്നും, മലിന വസ്തുക്കൾ. നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്താലോ നീ മലിനമായിട്ടുള്ളൊന്നും തിന്നില്ല. അപ്പോൾ സഹസ്രപരിവത്സരൻ, 1000 വർഷക്കാലം വാസസ്ഥാനമില്ലാത്തവരായിട്ട് ഭവിച്ചു. ഞാനും നീയും 1000 സംവത്സരം വാസസ്ഥാനം. നമുക്ക് എന്നെ അറിയില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ആ വക കഥകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ആര്? ശിഷ്യൻ പറയാണ്, അല്ലെങ്കിൽ ഈ രാജ്ഞി പറയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ആ വക കഥകളൊന്നും എനിക്ക് ഓർമ്മയില്ല. നീ തന്നെ എല്ലാം ആദ്യം മുതൽക്ക് പറയുക എന്നുള്ള അഭിപ്രായം അറിഞ്ഞിട്ട് ആദി ചരിത്രം പറയുന്നു. ഹേ പൂജ്യ, ഞാനും നീയും മാനസം എന്ന സരസിൽ. അപ്പം ഹിമാലയ പർവ്വതസ്ഥാനുക്കളിൽ മാനസ സരസ് ഉള്ള സരസ്സുണ്ട്. ആ സരസ് എവിടെയാ? നമ്മുടെ മനസ്സാണ്. അപ്പം ശിവനും ബ്രഹ്മാവും സാക്ഷാൽ നാരായണനൊക്കെ നമ്മുടെ മനസ്സിലാണ്.
ഏ അപ്പോൾ ഒരുമിച്ച് വസിച്ചിരുന്ന പരിശുദ്ധ ഹംസപ്പക്ഷികളാകുന്നു. അതിൽ പിന്നെ 1000 സംവത്സരക്കാലം നമ്മൾ രണ്ടുപേരും വാസസ്ഥാനമില്ലാത്തവരായിരുന്നു. രണ്ടാണെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ജീവേശ്വരന്മാരായ ജീവനും ഈശ്വരനും ജീവേശ്വരന്മാരായ സഖാക്കളായി വർണ്ണിച്ചിരുന്നു. മാനസ ശബ്ദത്തിന് ഹൃദയം എന്നർത്ഥം. മാനസ ശബ്ദത്തിന് ഹൃദയം എന്നർത്ഥം. എന്താണ് ഇതൊക്കെയല്ലേ നമുക്ക് നഷ്ടം വരുന്നത്? എത്രയോ ലക്ഷങ്ങൾ പൊടി പൊടിച്ച് സപ്താഹങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ നമുക്ക് മനസ്സിലാവുക? ആലോചിച്ച് നോക്കൂ. ഈ മനസ്സിലാക്കിയവരെ ഹൃദയഗുഹ്വരത്തിൽ ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണ്ടേ നമ്മളെ? അത് നടക്കണില്ലല്ലോ. കാരണം എന്താ? പ്രൊഫഷണലിസം. ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഭാഗവതനെ വിറ്റ് തിന്നുന്ന ദരിദ്രന്മാരാണ് അങ്ങനത്തെ വരെ. പറഞ്ഞോ? അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധ ഭാവേന വസിച്ചിരുന്നവരെന്ന സാരം. പ്രളയത്തിൽ ലയിച്ചതുകൊണ്ട് രണ്ടാമത് സൃഷ്ടി തുടങ്ങുന്ന കാലം വരെ സ്ഥൂല ശരീരത്തെ എടുക്കാതെ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരേ പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് പലരും, എൻ്റെ കുട്ടികളുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം ഞാനല്ലാണ്ട് ആരാ പ്രാർത്ഥിക്കാമെന്ന്. സത്യത്തിൽ അത് ഒരു അജ്ഞാനം നിറഞ്ഞ ചോദ്യമാണ്. സത്യത്തിൽ ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഞാനും നിങ്ങളും പുത്രാദികളും സ്നേഹിതന്മാരും ഈ SSLC പഠിച്ചവരും അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയിലൊപ്പം പഠിച്ചവരും അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചവരും അല്ല, എല്ലാവരും ഈ ലോകത്തിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വസുദേവ കുടുംബകം എന്നുള്ള കുടുംബത്തിൽ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പം നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? നമസ്കരിക്കുക, ആലിംഗനം ചെയ്യുക. ആ ആലിംഗനം ശാരീരികമല്ല, ആത്മീയമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പരസ്പരം ബഹുമാനിക്കപ്പെടുന്നവരും ആദരവ് കൊടുത്തും വാങ്ങിയും കൊണ്ട് പരസ്പര പൂരകങ്ങളായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കാൻ ബോധപൂർവം ശ്രമിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ എന്ന് വീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാശ്വസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.